US പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ആദ്യമായി ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റ് പദവിയിലെത്തി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇരുവരും തമ്മിൽ ഫോണിലൂടെ സംസാരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ഫോൺ സംഭാഷണത്തിനിടെ ചർച്ചയായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആഗോള സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു നേതാക്കളും ചർച്ചയിൽ തുറന്നു പറഞ്ഞതായാണ് സൂചന. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയതിന് പിന്നാലെ നവംബർ 7-നാണ് അവസാനമായി ഇരുവരും ഫോണിലൂടെ സംസാരിച്ചത്. ജനുവരി 20-ന് നടന്ന ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുത്തിരുന്നു. അതിനിടെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ടു പോവുകയാണ്. അനധികൃതമായി അമേരിക്കയിലെത്തിയവരെ കണ്ടെത്താനുള്ള വ്യാപകമായ പരിശോധനകളാണ് നടക്കുന്നത്. ആരാധനാലയങ്ങളെ പോലും ഉദ്യോഗസ്ഥർ പരിശോധനകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റാണ് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നിരീക്ഷണങ്ങളും പരിശോധനകളും നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി സിഖ് മതവിശ്വാസികളുടെ ഗുരുദ്വാരകളിലും ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലുമാണ് സംഭവം. കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് പരിശോധന. കുടിയേറ്റ നിയമത്തെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വിശദീകരിക്കുന്നത്. പുറത്തുനിന്ന് വന്ന കൊലപാതകികളെയും സ്ത്രീ പീഡകരെയും പിടികൂടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. കുറ്റവാളികൾക്ക് അറസ്റ്റ് ഒഴിവാക്കാൻ അമേരിക്കയിലെ സ്കൂളുകളിലും ആരാധനാ കേന്ദ്രങ്ങളിലും ഇനി ഒളിക്കാനാകില്ല. സർക്കാർ സുരക്ഷാ ഏജൻസികളുടെ കൈകെട്ടിയിട്ടില്ലെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി വിശദീകരിക്കുന്നു. എന്നാൽ സർക്കാർ ഏജൻസികളുടെ അകത്തു പ്രവേശിച്ചുള്ള പരിശോധനകളിൽ ചില സിഖ് സംഘടനകൾക്ക് അതൃപ്തിയുണ്ട്. ഗുരുദ്വാരകളുടെ പവിത്രതയെയും തങ്ങളുടെ വിശ്വാസത്തെയും ബാധിക്കുന്നതാണ് നടപടികളെന്നാണ് ഇവരുടെ വാദം. ഗുരുദ്വാരകളെ ലക്ഷ്യം വെച്ചുള്ള നീക്കം വിശ്വാസികളെ അപമാനിക്കാനാണെന്ന വാദമാണ് ഇവരുയർത്തുന്നത്. പുതിയ മാറ്റത്തെ തുടർന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ വാറണ്ടോടുകൂടിയോ അല്ലാതെയോ പെട്ടെന്ന് പരിശോധനകളും റെയ്ഡുകളും നടത്താൻ സാധിക്കും.